രഞ്ജി ട്രോഫിയിൽ വിദർഭയ്ക്ക് കിരീടം. ഫൈനൽ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ഒന്നാം ഇന്നിംഗ്സിലെ ലീഡിന്റെ കരുത്തിലാണ് വിദർഭ കിരീടം ചൂടിയത്. രഞ്ജി ട്രോഫിയിൽ വിദർഭയുടെ മൂന്നാം കിരീടമാണിത്. ഫൈനൽ മത്സരത്തിന്റെ 5ാം ദിനം രണ്ടാം ഇന്നിംഗ്സിന്റെ 3ാം സെഷൻ വരെ ബാറ്റ് ചെയ്ത വിദർഭ 413 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് കേരളത്തിന് മുന്നിൽ ഉയർത്തിയത്. രഞ്ജിയിലെ ആദ്യ ഫൈനൽ എന്ന നേട്ടത്തെ കന്നി ഫൈനലിൽ തന്നെ കന്നിക്കിരീടവും എന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്തിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. ഓപ്പണിംഗിലും മധ്യനിരയിലുമുള്ള ബാറ്റ്സ്മാൻമാർക്ക് പുറമെ വാലറ്റക്കാർ വരെ മിന്നുന്ന പ്രകടനം പുറത്തെടുത്തത് വിദർഭയ്ക്ക് മത്സരത്തിലുടനീളം മുൻതൂക്കം നൽകി. ഫൈനലിൽ മാത്രം 2 സെഞ്ചുറികൾ നേടിയ കരുൺ നായരുടെയും കരുണിനെ കൂട്ടുപിടിച്ച് ഡാനിഷ് മൽവാർ നടത്തിയ പ്രകടനത്തിന്റെയും അടിത്തറയിലാണ് വിദർഭയുടെ വിജയം. ആദ്യ ഇന്നിംഗ്സിൽ 379 റൺസാണ് വിദർഭ നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളമാകട്ടെ 342-ന് ഓൾ ഔട്ട്. ആ 37 റൺസിന്റെ അന്തരമാണ് കേരളത്തിന്റെ കന്നിക്കിരീടം തട്ടിത്തെറിപ്പിച്ചത്. 4ാം ദിനം മൈതാനത്തിറങ്ങിയത് പ്രതീക്ഷയോടെയാണെങ്കിലും കരുൺ ഡാനിഷ് കൂട്ടുകെട്ട് പൊളിക്കാനാവാതെ വന്നതാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ ഇല്ലാതാക്കിയത്. കേരളത്തിനായി ആദ്യത്തെ സർവ്വതെ 4 വിക്കറ്റുകൾ വീഴ്ത്തി. MD നിതീഷ്, ഏതൻ ആപ്പിൾ ടോം, ജലജ് സക്സേന, അക്ഷയ് ചന്ദ്രൻ, നെടുമൻകുഴി ബേസിൽ എന്നിവർ ഓരോ വിക്കറ്റുകളും സ്വന്തമാക്കി. കേരളത്തിനായി ക്യാപ്റ്റൻ സച്ചിൻ ബേബി നേടിയ 98 റൺസ് സെഞ്ചുറി തികയ്ക്കാനായില്ലെങ്കിലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയായിരുന്നു. മത്സരത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ വീണുപോകുമെന്ന് പ്രവചിച്ചിരുന്നവർക്ക് മുന്നിൽ പോരാട്ടത്തിന്റെ അഭിമാന വീര്യവുമായാണ് കേരളം രഞ്ജി ട്രോഫിയിൽ നിന്ന് മടങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.